ഹലോ, എൻ്റെ പേര് വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസിനെയും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഉള്ളപ്പോൾ ഇതെന്താണ് ഈ സീസൺ കഴിയാത്തത് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു 60-70 ആ ഒരു എപ്പിസോഡൊക്കെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ കഴിയാത്തത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവരൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ. എന്നാൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എപ്പോഴാണ് കാണുക എന്നൊക്കെ കരുതി നിൽക്കുമ്പോഴാണ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 അതിഥികളായിട്ട് ഗസ്റ്റായിട്ട് ഇവർ 6 പേരെത്തിയിരിക്കുകയാണ്. നമ്മൾ ടോപ്പ് 6 എത്തിയിരിക്കുകയാണ്. ഈ ടോപ്പ് 6 എന്ന നിലക്കിൽ ഈ ടോപ്പ് 6 ആക്കിയ സ്ഥിതിക്ക് അവർക്കൊന്നില്ലെങ്കിൽ ആ ടോപ്പ് 7 ആക്കാമായിരുന്നു. 7ൻ്റെ പണിയല്ലേ, അല്ലെങ്കിൽ സീസൺ 7 അല്ലേ. അപ്പോൾ ടോപ്പ് 7 എന്ന് പറഞ്ഞാൽ അതിനെ കൂടി ഒന്ന് ഉൾക്കൊള്ളിക്കാമായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ഉള്ളത് കൊണ്ടും അതിലേനെ ഷോയിൽ കയറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. എന്തോ ടോപ്പ് 6 ആക്കി 6 പേരെയും ഗസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേനെ കൊണ്ടുവന്നില്ലെങ്കിലും അതിലവിടെ വാതിക്കലേക്ക് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് നൂറയ്ക്ക് കാവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളും ഒരുമിച്ചാണല്ലോ എല്ലായിടത്തും പോവാ. അതുകൊണ്ടായിരിക്കാം ആദിലയും നൂറയും കൂടി ഒരുമിച്ചാണ് ഇന്നലത്തെ ഷോയിൽ വന്നത്. പക്ഷെ ആദിലേനെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ മാറി അവിടെ ഓഡിയൻസിൻ്റെ പോയപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ ആദിലയും നൂറയും അനുമോളും സംസാരിച്ചില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ആ ഒരു ഷോ കണ്ടപ്പോൾ ആദിലയും നൂറയും അനുമോളോട് അങ്ങനെ അധികം മിണ്ടാൻ പറ്റുന്ന തരത്തിലുള്ളതൊന്നുമല്ലല്ലോ അവർ ചെയ്തത്. അനുമോൾ അങ്ങോട്ട് കയറി മിണ്ടുന്നുണ്ട്. ഇതിന് മുമ്പുള്ളൊരു ഫംഗ്ഷനൊക്കെ പോയപ്പോൾ അവർ ഒരുമിച്ച് മിണ്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഹായ് ബൈ അത്രയേ ഉള്ളൂ. പക്ഷെ അനുമോളോട് മിണ്ടാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അവർ മിണ്ടുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരിക്കലും ഇവർ കൂടില്ല എന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള 2 പേരാണ് നിവിനും അനുമോളും. പക്ഷേ ഒരു അവസാന ഘട്ടത്തിയപ്പോൾ അവരുടെ കോംബോ പ്രേക്ഷകർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് അവർ അത്തരത്തിൽ തന്നെയാണ് കേട്ടോ. അവർ ഭയങ്കര കൂട്ടാണ്. ഒരു ടോം ആൻഡ് ജെറി കോംബോ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ നല്ല അടിപൊളി കോംബോ. അവർ നല്ല രീതിയിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പം നിവിൻ പറയുന്നത് അനുമോളുടെ വീട്ടിൽ പോകണം എന്നാണ്. പക്ഷേ ഇന്നലത്തെ ആ ഷോയിലും അവർ നല്ല രീതിയിൽ അനുമോളും നിവിനും തമ്മിലുള്ള ഒരു കോംബോ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിവിനും അനുമോളും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. ക്രീം ബണ്ണ് കഴിക്കും. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ക്രീം ബണ്ണ്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അത് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്രീം ബണ്ണ് എന്ന് പറയുമ്പോൾ ചിത്ര ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ക്രീം ബണ്ണ്. അങ്ങനെ അതിൽ കഴിക്കണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ വെച്ചു. ഏറ്റവും കൂടുതൽ ബണ്ണ് കഴിക്കുന്ന തീറ്റ മത്സരം വെച്ച് ആർക്കാ ഫസ്റ്റ് കിട്ടുക? ഉറപ്പായിട്ടും നിവിനായിരിക്കും. നിവിനല്ലാണ്ട് വേറെ ആര് കൊണ്ടുപോകും? അങ്ങനെ 2 ആളും തമ്മിലുള്ള കോമ്പറ്റീഷൻ വെച്ചു. അപ്പോൾ മിഥുനാണെങ്കിൽ പറയുകയും ചെയ്തു, മിഥുൻ ആങ്കർ പറയുകയും ചെയ്തു, ഇതെന്തായാലും വിജയിച്ച് കഴിഞ്ഞിട്ടുള്ളവർക്ക് സമ്മാനം ഉണ്ടെന്ന്. അപ്പം അനുമോളും നിവിനും കൂടി കടുത്ത പോരാട്ടമായിരുന്നു. ഒരെണ്ണം കഴിക്കുന്നു, അടുത്ത ആൾ കഴിക്കുന്നു. ഇവർ കഴിക്കുന്ന കണ്ടിട്ട് ഓഡിയൻസും ഗസ്റ്റായി വന്നവരും അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയ്യോ ഇതെന്താന്നുള്ളത്. ഇതിൽ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം അനുമോളുടെ കാര്യം കേട്ടോ. നമ്മൾ ഗസ്റ്റായിട്ടോ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും പോവാമല്ലോ. അപ്പോൾ മേക്കപ്പ് പോകുമെന്ന് കരുതിയിട്ട് ആരും അങ്ങനെ കഴിക്കുന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടൊന്നും അനങ്ങാണ്ട് ഇങ്ങനെ പതുക്കെ കഴിക്കുകയുള്ളൂ. കാരണം നമ്മുടെ മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷനൊന്നും പോവരുതല്ലോ. അപ്പോൾ അങ്ങനെയായിരിക്കും സാധാരണ ഗസ്റ്റായിട്ട് പോകുമ്പോൾ കഴിക്കുന്നത്. പക്ഷെ അനുമോൾ അങ്ങനെയല്ല, വലിച്ച് കീറി ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ബട്ടറും ഒക്കെ ആക്കിയിട്ടൊക്കെയാണ് കഴിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും ബ്യൂട്ടി കോൺഷ്യസ് അല്ലാണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നതല്ല. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ, മേക്കപ്പ് പോകുമോ എന്നൊക്കെ കരുതിയിട്ടൊക്കെ അല്ലേ ചെയ്യുക. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. മത്സരം ഒരു കോമ്പറ്റീഷൻ വന്നാൽ ഞാൻ അനുമോൾ ഒരു രക്ഷയില്ല. പ്രൈസ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ 100% കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് വീടിനകത്ത്. ഒരുപാട് ശ്രമിച്ചു, പല ഗെയിമിലൊന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷോയ്ക്ക് വന്നപ്പോഴും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇതിൽ രസകരമായിട്ടുള്ള അതല്ല, ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ് നിവിൻ, നമുക്കറിയാമല്ലോ. പക്ഷെ നിവിന് 3 ബണ്ണ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അനുമോൾ എത്ര ബണ്ണ് കഴിച്ചെന്ന് അറിയോ? 3 കഴിച്ചു, 4-മത്തെ കടിച്ച് കുറച്ച് കഴിച്ചു, 5-മത്തെ എടുത്ത് കയ്യിലും പിടിച്ചു. പക്ഷെ നിവിൻ പറയണു പറ്റൂല, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള അവരുടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഞാൻ കാണിക്കാം. എന്നാൽ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ചിത്ര ചേച്ചി ഒരു റിങ്, അതായത് ഡയമണ്ടിൻ്റെ റിങ് അനുമോൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അത് പ്രൈസ് ഉണ്ടെന്നാണല്ലോ മിഥുൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് മിഥുൻ പറയാം അത് വെറുതെ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ അനുമോൾ ഇല്ല ഞാൻ പോകില്ല, എനിക്ക് പ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ മത്സരിച്ചത്, എനിക്ക് പ്രൈസ് കിട്ടിയേ പറ്റുമെന്ന് അനുമോൾ ഒരൊറ്റ നിർബന്ധം പറഞ്ഞപ്പോൾ അവസാനം ഇതിന് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായി പോയിട്ടോ ആങ്കർ.
അവസാനം ചിത്ര ചേച്ചിയുടെ കയ്യിലുള്ള റിങ് എടുത്ത് മിഥുൻ്റെ കൈ കൊടുത്തു. പിന്നീട് ചിത്ര ചേച്ചി തന്നെ അനുമോളുടെ കയ്യിലേക്ക് അത് അണിയിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു സീസണിൽ നിന്ന് ഇറങ്ങിയ ശേഷം അനുമോൾക്ക് രണ്ടാമത്തെ ഡയമണ്ട് റിങ്ങാണ് കിട്ടുന്നത്. അത് ഇവിടെ കൊച്ചിയിൽ ഒരു ഇനോഗ്രേഷൻ വന്നപ്പോഴും ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു പ്രേക്ഷക അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടമ്മ ഒരു ഡയമണ്ട് റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഷോയിൽ പോയപ്പോഴും വേറൊരു ഡയമണ്ട് റിങ്. അപ്പോൾ 2 ഡയമണ്ട് റിങ് ആയിട്ടോ പുറത്തിറങ്ങിയിട്ട് അനുമോൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ അനുമോളുടെ PR-കളാണ് കേട്ടോ. ചിത്ര ചേച്ചി അനുമോളുടെ PR-ആണ്, ഓഡിയൻസ് വീട്ടമ്മമാർ അനുമോളുടെ PR-ആണ്. അവർ കൊടുക്കുകയാണ്. അനുമോളെ PR കൊണ്ട് മാത്രം ജയിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ബിൻസി, ശൈത്യ, ബിന്നി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ചിത്ര ചേച്ചി വരെയാണ് PR. അപ്പോൾ അങ്ങനെ ചിത്ര ചേച്ചിക്ക് അത് ഡയമണ്ടൊക്കെ ഊരി കൊടുക്കുക കേട്ടോ. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു, അല്ലെങ്കിൽ ബിഗിനിങ് ആയിരുന്നു ആ ഷോയുടെ. അതിലവസാനം ഇതും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ഈ അനുമോളുടെ കൂടെ 100 ദിവസം നിന്നിട്ടല്ലേ നിങ്ങൾ തോറ്റത്, അനുമോൾ വിജയിച്ചത്. നിങ്ങളുടെ തോൽവി ഒരു തോൽവിയല്ല, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. അനുമോളുടെ കൂടെ എനിക്കൊരു 100 സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ 100 ദിവസം പിടിച്ചു നിന്നത് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് ഈ ഷോയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവർ, അങ്ങനെയുള്ളവർ, പിന്നെ കുറേ സെലിബ്രിറ്റീസൊക്കെ അവർക്കൊക്കെ അറിയാലോ ഈ ഷോ എന്താ. അവരൊക്കെ പറയുന്നത് ശരിക്കും അനുമോൾ തന്നെ അർഹതപ്പെട്ട ഒരാളുടെ കൈ തന്നെയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ ഗെയിമിൽ ഒരു ഇതും ഇല്ലാണ്ട് ഔട്ടായിപ്പോയി പ്രേക്ഷകർ പുറത്താക്കിയവരെ. അവരുടെ കളി പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല, അവരുടെ സംസാരം ഇഷ്ടമല്ല, അവരുടെ ഒന്നും ഇഷ്ടമല്ല. അവരിഷ്ടമല്ലാണ്ട് അവർ പ്രേക്ഷകർ വോട്ട് കൊടുക്കാതെ പുറത്താക്കി പോയവരാണ് ഈ ബിൻസി, ശൈത്യ. അവരൊക്കെ ആദ്യ ആഴ്ചയിൽ പൈസ കൊടുത്തിട്ട് പോലും പിടിച്ചു നിർത്താൻ പറ്റിയില്ല നിങ്ങളെന്നും. അപ്പോൾ ഇവരൊക്കെ പുറത്തായിട്ട് ഇവർ വീണ്ടും വീടിനകത്തേക്ക് വന്ന ഒരു ഗെയിം കളിക്കുമ്പോൾ എന്നിട്ട് എന്തറിഞ്ഞിട്ടാണ് ഇവർ കളിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അവരുടെ ഗെയിം കളിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ ബിഗ് ബോസിന് ഒരു അലിവ് തോന്നിയിട്ട് എല്ലാവരെയും പിടിച്ച് വീണ്ടും വീടിനകത്തേക്ക് കയറ്റി. സാധാരണ അങ്ങനെയാണല്ലോ എല്ലാ സീസണിലും. അതേപോലെ ഈ സീസണിലും പിടിച്ചക്കത്തിനകത്തേക്ക് കയറ്റിയെന്നുള്ളൂ. ബിഗ് ബോസിനൊരു മര്യാദക്ക് വേണ്ടി ചെയ്തതാണ്. അതൊരു ഗെയിം ആക്കിയെടുത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഷോയുടെ വാല്യൂവും ക്രെഡിബിലിറ്റിയും അവരുടെ എല്ലാ ഇമേജും കൊണ്ടുപോയി കളഞ്ഞ് 2-3 അതിലെടുത്ത് പറയുന്നത് ശൈത്യ, ബിൻസി അവരൊക്കെയാണ് കേട്ടോ. അപ്പനി അവരൊക്കെ എന്തിനാണ് അവിടെ കയറ്റിയെന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ, ഇവരൊക്കെ പറയുന്നത്. ഗെയിം അറിയുന്നവർ അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ആ സൈഡിൽ പോട്ടെ. കൂടാതെ ഇവർ 2 പേരും തമ്മിലുള്ള ആ ഒരു മത്സരം നമുക്കൊന്ന് കണ്ടാൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചലഞ്ച് ചെയ്യാം നമുക്ക്. ഇതൊക്കെ ഒരു ചലഞ്ച് ആണോ? സോറി, വെള്ളമുണ്ടോ, ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും? അതാണല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ചലഞ്ച് ഇല്ലല്ലോ. തൊണ്ടയിലിരിക്കില്ലേ, ക്രീം ബൺ തൊണ്ടയിൽ കുടുങ്ങി മരിച്ച എത്ര പേരുണ്ട് ഇവിടെ? ആരില്ല, അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. എനിക്കൊരു 10 പേരെ അറിയാം. ക്രീം ബണ്ണ് ഭഗവതികളെ കാത്തുള്ളണേ. കടന്നിരിക്കുന്നു അനുമോൾ. 5ാമത്തത് കയ്യിലെടുത്ത് വെച്ച് അമ്മാനമാടുകയാണ് അനുമോൾ. മതി ജയിച്ചു. നെവിൻ 3 എണ്ണം കഴിച്ചു. അനുമോള് 4ാമത്തത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ പകുതിയാക്കി. വേണമെങ്കിൽ അതും കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. നിർത്താൻ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നിവിന്റെ തോറ്റ് തൊപ്പിട്ടിരിക്കുകയാണ്. മനുഷ്യരായിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ആർത്തി പാടില്ല. 100 ദിവസം 100 സെക്കൻഡ് നിൽക്കാൻ പറ്റിയില്ല എനിക്ക്. ആ കുട്ടിയോട് മത്സരിച്ചാണ് നിങ്ങൾ തോറ്റത്. തോൽവിയല്ലത്, വലിയൊരു ജയമാണ്. അടിപൊളിയായിരുന്നല്ലേ. ഇവർ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ 2ആളുടെയും കോംബോ നല്ല രസമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നിവിൻ്റെയും അനുമോളുടെയും. അതേപോലെ തന്നെ അക്ബറും അനുമോളൊക്കെ എന്തൊരു ശത്രുക്കളായിരുന്നു വീടിനകത്തല്ലേ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് അവർക്ക് അങ്ങനെയൊന്നും ഇല്ല. അവർ നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നു. ഷാനവാസായിട്ടോ അനീഷൊക്കെ ആയിട്ട്. അനീഷൊക്കെ അങ്ങനെ അധികം മിണ്ടുന്നൊന്നും ഇല്ല അനീഷ്. കാരണം അനീഷ് ഒരു പറ്റിപ്പോയല്ലോ ആളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം മിണ്ടുന്നില്ല. പക്ഷേ നൂറൊക്കെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അവർ തമ്മിൽ അങ്ങനെ അധികം മൈൻഡൊന്നും ചെയ്യുന്നില്ല. എത്ര നല്ല കൂട്ടായിരുന്നു പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതാണ് അനുമോൾ അന്ന് പറഞ്ഞല്ലേ, നിങ്ങളൊക്കെ എന്തിനാ എൻ്റെ കൂടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇതാണ് അനുമോളുടെ ഫെയിം കണ്ടിട്ടാണ് ഇവർ അനുമോളുടെ പിന്നാലെ നടന്നത്. അവസാനം അനുമോളെ ഒരു കുത്തും കൂടി വെച്ച് കൊടുത്തിട്ട് ഇവരങ്ങോട്ട് പോയി കളഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് അതൊക്കെ നോക്കിയിട്ട് നാട്ടുകാരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരൊക്കെ പുറത്ത് ഇതൊക്കെ ഇട്ടു. നമ്മളെപ്പോലെയുള്ള ഓരോരുത്തർ ഇതൊക്കെ പുറത്തിട്ടു. സത്യങ്ങളെല്ലാം പുറത്ത് വന്നു. അനുമോൾ ഇത് അറിഞ്ഞു. അപ്പോൾ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതാണ് അവർ ഫേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മടിഞ്ഞൊക്കെ നിൽക്കുന്നത്.
എന്തായാലും പറ്റിയത് പറ്റി, മനുഷ്യന്മാരല്ല, അബദ്ധങ്ങളൊക്കെ പറ്റും, അത് ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സുകൊണ്ട് അനുമോളുണ്ട്. അപ്പോൾ അങ്ങനെ പട്ടായ ഗേൾസിൻ്റെ രീതിയിൽ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ജസ്റ്റ് ഇതുപോലെ ഹായ് ബൈ പറയാം, ചളിപ്പൊന്നും വേണ്ട, തെറ്റുകൾ പറ്റുമല്ലോ. നിങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഒരാളെ പിന്നെ ഒന്ന് കുത്തുന്നേ. നിവിൻ്റെയും അനുമോളുടെയും രസകരമായിട്ടുള്ളൊരു കോംബോ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് അത്ര തന്നെ ആയിരിക്കും എന്നറിയാം. കാരണം നിവിൻ ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരാളാണ്, നല്ല ബുദ്ധിയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് നിവിൻ. അതുകൊണ്ടാണ് ഒരു PR ഇല്ലാണ്ട് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് പ്രേക്ഷകർ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇപ്പോൾ ടോപ്പ് 3 എത്തി നിൽക്കുന്നത്. ടോപ്പ് 3 എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് നിവിൻ എത്തിയത് നിവിൻ്റെ ബുദ്ധി കൊണ്ടാണ്. അപ്പം നിവിൻ അറിയാം പുറത്തിറങ്ങിയിട്ട് ഇത്തരത്തിലല്ല ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിവിന് ഭയങ്കര വർക്കുണ്ട്. നിവിന് മാത്രമല്ല, അനുമോൾക്ക്, നിവിന്, രേണു ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ കിട്ടി തുടങ്ങിയിട്ടുള്ളത് മുമ്പത്തേക്കാളും. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അധികമൊന്നുമില്ല. ഇതുപോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തട്ടിമുട്ടി അങ്ങോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് 100 ദിവസം നമ്മളവിടെ നിന്ന് താണ്ടി വന്നു. പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന ഫെയിം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കണം, ബുദ്ധിപൂർവ്വം. ആ ഒരു കഷ്ടപ്പെട്ടതിനുള്ള ഫലം 100 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് പുറത്തിറങ്ങിയിട്ടും അത് കിട്ടും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്നവരാണ് ഈ 3 പേരും. ബാക്കിയുള്ളവരൊക്കെ അത് വേണ്ട രീതിയിലല്ല യൂസ് ചെയ്യുന്നത്. നെഗറ്റീവിൻ്റെ മേൽ നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരവരുടെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ 100 ദിവസം മുമ്പ് ഞാനൊരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു സ്റ്റഡ് കുത്തി, ബുഗാട്ടി. പക്ഷേ ഇത് ഭയങ്കരമായിട്ട്, ഇത് കുഴപ്പമില്ല, ഇപ്പോഴത്തെ ചെവിയിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അത് കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.